RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിമാർ രാജിവെക്കണമെന്ന് AICC KC വേണുഗോപാൽ കബഡയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് പോകണം. നാടിനെ ഒറ്റുകൊടുത്ത് മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ഗവർണറുടെ സംരക്ഷണയിൽ നിന്നും RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുകയാണ് നല്ലത്. RSSന്റെ കുഴലൂതുന്ന ഒരു സംസ്കാരത്തെ വളരാനോ വളർത്താനോ അനുവദിക്കില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. RSSന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുത്തതിൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കബഡയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചു വെച്ചിട്ട് ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് പോകണമെന്നൊരു വിമർശനമാണ് ഇപ്പോൾ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നാടിനെ ഒറ്റുകൊടുത്ത് മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നൊരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഗവർണറുടെ സംരക്ഷണയിൽ നിന്നും RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുന്നതാണ് നല്ലത്. RSSന്റെ കുഴലൂത്തുന്ന ഒരു സംസ്കാരത്തെ വളരാനോ വളർത്താനോ അനുവദിക്കുകയില്ല എന്നും KC വേണുഗോപാൽ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിമർശനമാണ് വിസിമാർ ഇത്തരത്തിൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഒക്കെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു. വർഗീയത പറയുന്നവർക്കൊപ്പം വിസിമാർ പങ്കെടുത്തത്, ആ ഒരു പരിപാടിയിൽ വിസിമാർ പങ്കെടുത്തത് ഒട്ടും ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് മുഖ്യമന്ത്രിയും പങ്കുവച്ചത്. എന്തായാലും ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇതേ അഭിപ്രായം തന്നെയാണ്. ഈ ഒരു വിസിമാർ രാജിവെക്കണമെന്നാണ് KC വേണുഗോപാൽ വിമർശിക്കുന്നത്. കബഡയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖകളിലേക്ക് പോകണമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിക്കുന്നത്. RSS പരിപാടിയിൽ വിസിമാർ പങ്കെടുത്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിസി പങ്കെടുക്കുന്നത് ഗുണപരമായ കാര്യമല്ലെന്നും ഇക്കാര്യത്തിൽ അതൃപ്തി നേരത്തെ പ്രകടിപ്പിച്ചതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ വിസിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ വിസിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടികൾ തുടങ്ങി ED. CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കി. മകൻ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ശശിധരൻ കർത്തയുടെ മകളെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. മകൻ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നൊരു വിവരമുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഹാജരാകാതിരിക്കാനുള്ള കാരണം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോൾ ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ED അതിൻ്റെ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളവരെ ചോദ്യം ചെയ്യുക എന്നുള്ള നടപടിയാണ്. അതാണ് ED ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഷിബി എസ് കർത്തയാണ്. ഷിബി എസ് കർത്ത ഈ CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകളാണ്. മാത്രമല്ല ഈ CMRL കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷിബിയെ ചോദ്യം ചെയ്യുന്നത്. ഷിബി അതുപോലെ തന്നെ നേരത്തെ ശരൺ എസ് കർത്തയെ ഇന്ന് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും ശരൺ എസ് കർത്ത ഹാജരായിട്ടില്ല. എന്തുകൊണ്ടാണ് ഹാജരാകാത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. വരും മണിക്കൂറുകളിൽ അതിൽ വ്യക്തത വരികയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഷിബി എസ് കർത്തയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും ഈ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ED ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. അതായത് ഈ എക്സാലോജിക്കിന്, വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് 2.78 കോടി രൂപയാണ് CMRL നൽകിയിട്ടുള്ളത്. ഈ പണം എന്തിനാണ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും സേവനത്തിനാണോ, നൽകാത്ത സേവനത്തിനാണോ ഇത്തരത്തിൽ പണം നൽകിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ED പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഏതായാലും
CMRലുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, ഭാര്യ, അതുപോലെ തന്നെ മകൻ ശരണസ് കർത്ത, മകൾ ഈ ഷിബിയസ് കർത്ത എന്നിവർക്കെല്ലാം നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ഷിബിയസ് കർത്തയാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ CMRലുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത് ബുധനാഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. എക്സാലോജിക്കിന്റെ ഉടമസ്ഥയാണ് വീണ ടി എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ഹാജരാകാൻ നേരത്തെ വീണ ടിക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഒഴിവ് തേടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ED ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഷിബിയസ് കർത്ത, ഈ ശശിധരൻ കർത്തയുടെ മകൾ, CMRലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഷിബിയസ് കർത്ത ഹാജരായിരിക്കുന്നു. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജസ് ജോർജാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയിട്ട് വലിയ കാര്യമുള്ളതായി തോന്നുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. പത്മകുമാർ ആത്മകഥ എഴുതുന്നത് നല്ല കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് പത്രത്തിൽ വായിച്ചവരാദ്യം അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിൻ്റെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല. അന്വേഷണം എന്ന് പറയുമ്പോൾ എന്താണ്, പക്ഷേ പത്മകുമാർ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. SIT പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു. ജാമ്യമെടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സ്വാഭാവിക ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് പരിശോധിക്കാവുന്നതാണ്.